ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ തെളിവ് സഹിതം എന്ന മലയാള സിനിമയെക്കുറിച്ചിട്ടാണ്. ഇതൊരു മികച്ച ക്രൈം ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയുടെ വൺലൈൻ എന്തെന്നാൽ, ഒരു സ്ഥലത്ത് ഒരു കൊലപാതകം നടന്നതായി പോലീസിന് വിവരം ലഭിക്കുന്നു. അവർ ഉടനെ തന്നെ അന്വേഷണത്തിനായി പോകുന്നു. അവിടെ ഒരു പെൺകുട്ടി അതിക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നു. ആ പെൺകുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ച് മൃതദേഹം തിരിച്ചറിയാൻ ആവശ്യപ്പെടുന്നു. അവിടെയാണ് അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇത് എൻ്റെ മോളുടെ ശരീരം മാത്രമാണ്, തല വേറെ ആരുടെയാണ് എന്നവർ പറയുന്നു. ഇത് കേട്ട് പോലീസും നാട്ടുകാരും ഞെട്ടിപ്പോവാണ്. പിന്നീട് എന്ത് സംഭവിച്ചു, ഇതിന് പിന്നിലെ കൊലയാളി ആരാണ് എന്നതാണ് സിനിമയുടെ ബാക്കി കഥ. വളരെ ആകാംക്ഷ നിറഞ്ഞ ഈ സിനിമയുടെ കഥ മുഴുവനായി അറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. സിനിമയുടെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഗ്രാമത്തിലെ വാഴത്തോട്ടം കാണിക്കുന്നു. രാത്രി സമയമാണ്, ആൾ താമസമില്ലാത്ത സ്ഥലമാണ്. ആ വാഴത്തോട്ടത്തിൽ വെച്ച് ആരോ ഒരാളെ കൊലപ്പെടുത്തുന്നത് നമ്മളെ കാണിക്കുന്നു. അതിനുശേഷം മൃതദേഹത്തിന്റെ തലയറുത്ത് ഉടൽ മാത്രം ഒരു പാലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് എറിയുന്നു. ആരാണ് കൊല്ലപ്പെട്ടതെന്നോ കൊന്നതെന്നോ ഇപ്പോൾ വ്യക്തമല്ല. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് തുടക്കം മുതൽ കാണാം. ഗ്രാമത്തിലൂടെ ജീപ്പിൽ അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 4:30 മുതൽ ഉത്സവം ആരംഭിക്കുകയാണ്. ഈ ഉത്സവത്തിൽ എന്തെല്ലാം പരിപാടികളാണ് നടക്കാൻ പോകുന്നതെന്ന് അവർ അറിയിക്കുന്നു. ഈ വർഷത്തെ തിരുവുത്സവം വളരെ ഗംഭീരമായി നടക്കാൻ പോവുകയാണെന്നും അവർ അറിയിക്കുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ ആ ഗ്രാമത്തിലെ ഒരു ചായക്കട കാണിക്കുന്നു. അവിടെ ഇരിക്കുന്നവർ ഉത്സവത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഒരു പോലീസ് ഓഫീസർ വരുന്നു. അദ്ദേഹം അവിടെയുള്ളവരോട് ചോദിക്കുന്നുണ്ട്, ഉത്സവം എന്ന് പറഞ്ഞാൽ വഴക്കും ബഹളവും ഉറപ്പല്ലേ? അപ്പോൾ പോലീസ് സംരക്ഷണം വേണ്ടി വരുമല്ലോ. അപ്പോൾ അവിടെയുള്ളവർ പറയുന്നു, ഇവിടെ അങ്ങനെയൊന്നും നടക്കില്ല സാർ. ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം നടന്നാൽ ഉറപ്പായും വഴക്കുണ്ടാവും. പോലീസ് സംരക്ഷണം കൊടുത്തേ മതിയാവൂ എന്ന് ആ പോലീസ് ഓഫീസർ പറയുന്നു. അപ്പോൾ ആളുകൾ അദ്ദേഹത്തിന്റെ നാട് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചായക്കടയുടെ എതിർവശത്ത് മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാൾ ഒരു പേപ്പറിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പോലീസ് ഓഫീസർ അദ്ദേഹത്തിന് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നു. ആ സമയത്ത് ചായക്കടയിലെ ടിവിയിൽ ഒരു വാർത്ത വരുന്നുണ്ട്. ആ പ്രദേശത്തെ 25-നും 30-നും ഇടയിൽ പ്രായമുള്ള കുറച്ച് യുവാക്കളെ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് പോലീസ് പിടികൂടി. ആ വാർത്ത കേട്ടയുടൻ ചായക്കടയിലുള്ളവർ ഞെട്ടിപ്പോവാണ്. നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ ഇങ്ങനെ ആയാൽ അവരുടെ ഭാവി എന്താകും? നാട് എങ്ങോട്ടേക്കായി പോകുന്നത് എന്നവർ സംസാരിക്കുന്നു. അടുത്തതായി ആ നാട്ടിലെ ജമാൽ എന്ന ഓട്ടോ ഡ്രൈവറെ കാണിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് അയാൾ ഓട്ടോ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ജമാലിന്റെ അമ്മ സഹോദരിയോട് അവന് ചായ കൊടുക്കാൻ പറയുമ്പോൾ അവൾ പറയുന്നു, ഇനി എത്ര കാലം ഞാൻ തന്നെ ചായ കൊടുക്കും? ഏട്ടന് പെട്ടെന്ന് ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചൂടെ? ഈ രാവിലെ തന്നെ ഇത് കേൾക്കാൻ വേണ്ടിയാണോ ഞാൻ അവളോട് ചായ കൊണ്ടുവരാൻ പറഞ്ഞത് എന്ന് ജമാൽ പറയുന്നു. ജമാലിനെ ഒരു കല്യാണം കഴിപ്പിക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ജമാലിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. സ്വാതി എന്നൊരാൾ ഓട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നു. ഉടൻ തന്നെ സ്വാതിയെ കൂട്ടിക്കൊണ്ടുവരാൻ ജമാൽ പോകുന്നുണ്ട്. ജമാലിന് സ്വാതിയോട് ഒരു ചെറിയ ഇഷ്ടമുണ്ട്. സ്വാതിയെ അവരുടെ ഫാൻസി സ്റ്റോറിൽ കൊണ്ടുവന്നാക്കുന്നു. സ്വാതിയുടെ സ്വന്തം നാട് ഈ ഗ്രാമമല്ല. എപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത് എന്ന് ജമാൽ ചോദിക്കുമ്പോൾ, ഇവിടെ ഉത്സവം തുടങ്ങുകയല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് സ്വാതി പറയുന്നു. ശരി എന്ന് പറഞ്ഞ് ജമാൽ അവിടെ നിന്ന് പോകുന്നു. സ്വാതി അവളുടെ കട തുറക്കുന്നുണ്ട്. ഇനി ജമാലിന്റെ സുഹൃത്തിനെ കാണിക്കാം. നേരം ഒരുപാടായിട്ടും അവൻ ഉറങ്ങുകയാണ്. അവന്റെ അമ്മ അവനെ വഴക്ക് പറയുന്നുണ്ട്. നിന്റെ കൂട്ടുകാരൻ ജമാലിനെ നോക്ക്, ഓട്ടോ ഓടിച്ച കുടുംബം നോക്കുന്നു, നീ ഒരു പണിക്കും പോവാതെ ഇങ്ങനെ കിടന്നുറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നു. വഴക്ക് കേട്ടും അടുത്ത് അവൻ എഴുന്നേറ്റ് റെഡി ആവുന്നുണ്ട്. അവന്റെ പേര് വിജിത്ത്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ അമ്മ പറയുന്നുണ്ട്. വിജിത്ത് പിറുപിറുത്തുകൊണ്ട് അവന്റെ മെക്കാനിക്കായ സുഹൃത്തിനെ കാണാൻ പോകുന്നു. മെക്കാനിക്കായ സുഹൃത്ത് കടയിൽ വന്ന കസ്റ്റമേഴ്സുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും വിജിത്ത് ഓരോന്ന് ചോദിച്ചാൽ അവനെ ശല്യപ്പെടുത്തുന്നു. അവിടേക്ക് വന്ന ജമാൽ പറയുന്നുണ്ട്, കുറച്ച് പിള്ളേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ കയ്യിൽ നിറയെ കഞ്ചാവ് ഉണ്ടായിരുന്നത്ര. മെക്കാനിക്കായ സുഹൃത്ത് പറയുന്നു, നമ്മുടെ നാട്ടിലെ പിള്ളേരൊന്നും പണ്ടത്തെ പോലെ അല്ലടാ, അവരിപ്പോൾ വേറെ വൈബിലാണ്. അടുത്തത് പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് പിടിച്ച 3 പേരെ ഇൻസ്പെക്ടറുടെ മുന്നിൽ നിർത്തിയിരിക്കുന്നു. അതിലൊരാൾ നിർത്താതെ കരയുന്നു. ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, ഇവരുടെ കയ്യിൽ നിന്ന് എത്ര സാധനം പിടിച്ചെടുത്തു? കയ്യിലൊന്നും കിട്ടിയില്ല സാർ, എല്ലാം ഉപയോഗിച്ച് തീർത്തിരുന്നു എന്ന് പോലീസ് പറയുന്നു. ഇവരെ 3 പേരെയും ലോക്കപ്പിലിട്, ഈ സാധനം എവിടെ നിന്ന് കിട്ടി എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് ഇൻസ്പെക്ടർ ഉത്തരവിടുന്നു. അവരെ ലോക്കപ്പിലിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ അവിടേക്ക് വരുന്നു. അയാൾ ആ 3 പേരെയും വിട്ടയക്കാൻ ആവശ്യപ്പെടുന്നു. ഇതാരാണെന്ന് ഇൻസ്പെക്ടർ അസിസ്റ്റന്റിനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, ഇത് ഇവിടുത്തെ MLA ആണ്. ആ 3 പേരിൽ ഒരാൾ MLAയുടെ മകനാണ്. ഇയാളുമായി പ്രശ്നം ഉണ്ടാക്കുന്നത് അത്ര നല്ലതല്ല സാർ. ശരി എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർ MLAയോട് പറയുന്നു, നാട് നന്നാക്കാനെന്ന പേരിൽ വന്നിട്ട് അവസാനം നിങ്ങളാണ് ഈ നാടിനെ നശിപ്പിക്കുന്നത്. കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ ആ 3 പേരെയും വിട്ടയക്കാൻ പറയുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ ജമാലിനും സുഹൃത്തുക്കളും പെണ്ണ് കാണാൻ വേണ്ടി ഓട്ടോയിൽ പോകുന്നത് കാണാം. ഇപ്പോൾ സുഹൃത്തുക്കൾ മാത്രമാണ് വന്നിരിക്കുന്നത്. മെയിൻ റോഡിൽ വണ്ടി നിർത്തിയിട്ട് കുറച്ചു ദൂരം നടന്നു പോകണം പെണ്ണിന്റെ വീട്ടിലേക്ക്. അവർ മൺ റോഡിലൂടെ നടന്നു പോകുമ്പോൾ അടുത്തുള്ള വാഴത്തോട്ടത്തിലേക്ക് ജമാലിന്റെ മെക്കാനിക്കായ സുഹൃത്ത് മൂത്രമൊഴിക്കാൻ പോകുന്നു. അപ്പോൾ നേരത്തെ കണ്ട വെള്ള വസ്ത്രം ധരിച്ചയാൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇവിടെ മൂത്രമൊഴിക്കുന്നത്? ഇത് നടന്നു പോകുന്ന വഴിയല്ലേ, പിന്നെ എവിടെ പോയി ഒഴിക്കും എന്ന് ചോദിച്ച് അവർ അയാളുമായി വഴക്കിടുന്നു. പിന്നീട് അവരെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് അയക്കുന്നു. അവസാനം അവർ പെണ്ണിന്റെ വീട്ടിലെത്തുന്നുണ്ട്. പെണ്ണിനെ കാണാനായി കാത്തിരിക്കുകയാണ്. വീട്ടുകാർ പെൺകുട്ടിയെ വിളിക്കുന്നു.
അവൾ എല്ലാവർക്കും ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ വഴക്കിട്ട ആ വെള്ള വസ്ത്രം ധരിച്ചയാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അയാൾ ആ പെൺകുട്ടിയുടെ അമ്മാവനായിരുന്നു. അവരെ കണ്ട ഉടൻ അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവനൊന്നും ഒരു അച്ചടക്കവും ഇല്ലാത്ത പിള്ളേരാണ്, ഇവന്മാർക്ക് നമ്മുടെ പെണ്ണിനെ കൊടുക്കാൻ പറ്റില്ല, ഇവരെ വേഗം പറഞ്ഞയക്ക് എന്ന് അയാൾ പറയുന്നു. ഇത് കേട്ട് അവർ സ്വയം മനസ്സിലാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഓട്ടോയിൽ തിരിച്ചു പോകുമ്പോൾ പോലീസ് അവരെ തടയുന്നു. ഓട്ടോ ഓടിക്കുമ്പോൾ യൂണിഫോം നിർബന്ധമാണ്, എന്താ യൂണിഫോം ഇടാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു പെണ്ണ് കാണാൻ പോയതാണ് സാർ, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. പെണ്ണ് കാണാൻ പോകുമ്പോൾ യൂണിഫോം ഇടാൻ പാടില്ലെന്ന് നിയമമുണ്ടോ എന്ന് പോലീസ് ചോദിക്കുന്നു. ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്കണം സാർ എന്ന് ജമാൽ പറയുന്നു. അതൊന്നും പറ്റില്ല, 2000 രൂപ ഫൈൻ അടച്ചിട്ട് പോയാൽ മതി എന്ന് പോലീസ് ഓഫീസർ പറയുന്നുണ്ട്. ഉടൻ മെക്കാനിക്കായ സുഹൃത്ത് പറയുന്നു, സാർ 2000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലാണ്, ഞങ്ങളൊരു 500 രൂപ തരാം, ഞങ്ങളെ വിടണം സാർ. ആ ഓഫീസർ സമ്മതിക്കുന്നില്ല, പണം അടച്ചിട്ട് പോയാൽ മതി എന്നയാൾ പറയുന്നു. ഉടൻ ജമാൽ പറയുന്നുണ്ട്, സ്ലിപ്പ് എഴുതിത്താ, ഞങ്ങൾ കോടതിയിൽ വിശദീകരിച്ച് അടച്ചോളാം, എന്നോട് തന്നെ നിയമം പറയുന്നു എന്ന് ചോദിച്ച് ആ ഓഫീസറും ജമാലുമായി വഴക്കാവുന്നു. ഓഫീസർ ജമാലിന്റെ ഷർട്ടിൽ പിടിക്കുന്നു. രണ്ടുപേരും തമ്മിൽ ഉന്തും തള്ളുമാവുന്നു. അവിടുത്തെ പോലീസുകാർ വന്ന് അവരെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ഇപ്പോൾ നീ പോയിക്കോ, എന്തെങ്കിലും ഒരിക്കൽ നിന്നെ ഞാൻ പിടിച്ചോളാം എന്ന ഭാവത്തിൽ ആ ഓഫീസർ അവനെ നോക്കുന്നു. അടുത്തതായി ജമാലിന്റെ സുഹൃത്ത് വിജിത്തിന്റെ വീട് കാണിക്കുന്നു. അവൻ വീടിന് പുറത്തിരുന്ന് ചാറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഗ്രാമത്തിൽ അലഞ്ഞു തിരിയുന്ന മാനസികാസ്വാസ്ഥ്യമുള്ളയാൾ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് ചോദിച്ച് വിജിത്തിന്റെ വീട്ടിലേക്ക് വരുന്നു. വിജിത്ത് അമ്മയോട് കളിയാക്കി പറയുന്നുണ്ട്, അമ്മയുടെ കൂട്ടുകാരൻ വന്നിരിക്കുന്നു, അയാൾക്ക് നിന്റെ അച്ഛന്റെ പ്രായം ഉണ്ടാവും, അദ്ദേഹത്തെ കളിയാക്കരുത് എന്ന് പറഞ്ഞ് അമ്മ അയാൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അയാൾ വളരെ വേഗത്തിൽ അത് കഴിക്കുന്നുണ്ട്. ഇനി മെക്കാനിക്കായ സുഹൃത്തിനെ കാണിക്കാം. അയാൾക്ക് ഒരു ബൈക്ക് ഡെലിവറി ചെയ്യാനുണ്ട്. കസ്റ്റമർ വീട്ടിൽ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യയോട് പറയുന്നു, ഞാൻ ആദ്യം ബൈക്ക് ഡെലിവറി ചെയ്തിട്ട് വരാം, എന്നിട്ട് വൈകുന്നേരം നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോവാ എന്ന്. എന്നിട്ട് കൂട്ടുകാരെ കാണാൻ പോകുന്നു. കൂട്ടുകാരെല്ലാവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയാണ്. അവരോടും ഇത് പറയുന്നുണ്ട്, ഞാൻ ആദ്യം ബൈക്ക് ഡെലിവറി ചെയ്തിട്ട് വരാം, പിന്നെ അമ്പലത്തിൽ പോകണം, എനിക്കിപ്പോൾ മദ്യം വേണ്ട. പക്ഷെ അവരെ കണ്ടപ്പോൾ അവനും ആഗ്രഹം തോന്നി. എല്ലാവരും ഒരുമിച്ച് മദ്യപിക്കാൻ തുടങ്ങുന്നു. അടുത്തത് സ്വാതിയാണ് കാണിക്കുന്നത്. സ്വാതിയുടെ സുഹൃത്ത് നാൻസി വിളിക്കുന്നുണ്ട്. അവൾ ആ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ശബ്ദം എന്താ ഒരുമാതിരി ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്വാതി പറയുന്നു, കുറച്ച് സുഖമില്ല, നീ ബസ് സ്റ്റോപ്പിൽ വാ, ഞാൻ ആളെ അയക്കാം. വേണ്ട, ഞാൻ തനിയെ വന്നോളാം, പ്രശ്നമൊന്നുമില്ല എന്ന് നാൻസി പറയുന്നു. ശരി, നീ വാ, ഞാൻ ജമാലിനെ വിട്ട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിപ്പിക്കാം എന്ന് സ്വാതി പറയുന്നു. അവളും ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അടുത്തത് ആ പോലീസ് ഓഫീസർ ഭക്ഷണം വാങ്ങാൻ ചായക്കടയിൽ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഒരു ബസ് വരുന്നു. അതിൽ നിന്ന് ഒരു വിദേശ വനിത വ്ളോഗ് എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. അത് കണ്ടിട്ട് പോലീസ് ഓഫീസർ ചായക്കാരനോട് പറയുന്നുണ്ട്, എല്ലാവരും കടയടച്ച് ഉത്സവത്തിന് പോകുന്നു, വിദേശികൾ വരെ വന്നിട്ടുണ്ട്, നിങ്ങളെന്താ ഇപ്പോഴും കട തുറന്നിരിക്കുന്നത്? കടയടച്ച് ഉത്സവത്തിന് പോയിക്കൂടെ? ഇല്ല സാർ, എനിക്കിത് മാത്രമേ ഉള്ളൂ എന്നയാൾ പറയുമ്പോൾ, ഞാൻ വെറുതെ പറഞ്ഞതാ, ബിസിനസ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് പോലീസ് ഓഫീസർ പോകുന്നുണ്ട്. സമയം കടന്നു പോകുന്നു. ഗ്രാമത്തിൽ ഉത്സവം തുടങ്ങുകയാണ്. എല്ലാവരും ഉത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്നു. ഒരുപാട് പരിപാടികൾ അവിടെ നടക്കാൻ പോകുന്നു. രണ്ടുപേർ നടന്നു വരുമ്പോൾ പെട്ടെന്ന് വാഴത്തോട്ടത്തിൽ നിന്ന് ആരോ പുറത്തേക്ക് വരുന്നു. അത് കണ്ട് അവർ പേടിച്ചു പോവാണ്. അത് മാനസികാസ്വാസ്ഥ്യമുള്ള ആളായിരുന്നു. നീയായിരുന്നു, ഞങ്ങൾ പേടിച്ചു പോയി, അങ്ങോട്ടേക്ക് മാറിപ്പോ എന്ന് പറഞ്ഞ് അവർ നടന്നു പോകുന്നു. നേരത്തെ കണ്ട വിദേശ വനിത വ്ളോഗ് എടുത്തുകൊണ്ട് ഉത്സവപ്പറമ്പിലേക്ക് പ്രവേശിക്കുന്നു. ഉത്സവപ്പറമ്പിൽ നിന്ന് കുറച്ച് മാറി കുറച്ച് ആളുകൾ പന്തം വെച്ച് ചീട്ട് കളിക്കുന്നു. ആ സ്ത്രീ ഇവിടെയുള്ളവരെല്ലാം ചൂത് കളിക്കുകയാണ് എന്ന് പറഞ്ഞ് വ്ളോഗ് എടുക്കുന്നു. അതിൽ തടിയനായ ഒരാൾ എഴുന്നേറ്റ് വന്ന്, ആരാ നീ, എന്തിനാ വീഡിയോ എടുക്കുന്നത് എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ വെറുതെ വ്ളോഗ് എടുക്കുകയാണ് എന്ന് ആ വിദേശ വനിത പറയുന്നുണ്ട്. എന്നാലും അയാൾ അവളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അവൾ നന്നായി പ്രതിരോധിക്കുന്നു. അവിടെയുള്ള മറ്റുള്ളവരും അവളെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ അവരെല്ലാവരെയും തിരിച്ചടിക്കുന്നു. എന്നാലും അവളുടെ വായിൽ മുറിവേറ്റ് രക്തം വരുന്നു. അവിടെ ഇരുന്ന് മദ്യപിക്കുകയായിരുന്ന ജമാലും കൂട്ടുകാരും ഈ സംഭവം കാണുന്നുണ്ട്. ഉടനെ തന്നെ അവളെ രക്ഷിക്കാനായി അങ്ങോട്ടേക്ക് ഓടി വരുന്നു. അപ്പോഴേക്കും പോലീസ് അവിടെ എത്തുന്നു. ആ വിദേശ വനിത പോലീസ് ഓഫീസറോട് പറയുന്നു, ഞാൻ വെറുതെ വ്ളോഗ് എടുക്കുകയായിരുന്നു, ഇവർ വന്ന് എന്നോട് പ്രശ്നം ഉണ്ടാക്കി, എന്നെ കയ്യേറ്റം ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചടിച്ചത്. ഉടനെ തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം ആ വിദേശ വനിതയോട് പറയുന്നു, ഫോർമാലിറ്റിയുടെ ഭാഗമായി നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് കൂടെ വരൂ. അവളും പോലീസിനൊപ്പം സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസ് ഓഫീസർ ഇൻസ്പെക്ടറോട് പറയുന്നു, ഉത്സവപ്പറമ്പിൽ വെച്ച് ഈ സ്ത്രീ വീഡിയോ എടുക്കുകയായിരുന്നു, ഇവരെല്ലാവരും അവളോട് പ്രശ്നം ഉണ്ടാക്കി, അതുകൊണ്ട് അവൾ തിരിച്ചടിച്ചു. ഇൻസ്പെക്ടർ പറയുന്നു, സാധാരണയായി വിദേശികൾക്ക് നമ്മുടെ നാട്ടിൽ സംരക്ഷണം നൽകണം, മാത്രമല്ല അവരൊരു സ്ത്രീയാണ്, കൂടുതൽ സംരക്ഷണം നമ്മൾ ഉറപ്പാക്കണം. ഈ സ്ത്രീ പരാതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അകത്തിട്ട് നന്നായി പെരുമാറിയനെ. എന്നിട്ട് ആ സ്ത്രീയോട് പറയുന്നു, മാഡം നിങ്ങൾ ബാഗും എടുത്ത് ഉത്സവത്തിന് പോയിക്കോളൂ, ഞങ്ങൾ കൊണ്ട് ചെന്നാക്കാം, ഉത്സവം കണ്ട ആസ്വദിക്ക്. എന്നിട്ട് ആ ആളുകളോട് പറയുന്നു, ഇവരെ ഇന്ന് വിടണ്ട, ഒരു രാത്രി ലോക്കപ്പിലിടാം, നാളെ രാവിലെ വിട്ടാൽ മതി. അപ്പോൾ ഉത്സവപ്പറമ്പിലുള്ള ജമാലിനെയും കൂട്ടുകാരെയും കാണിക്കുന്നുണ്ട്. ഈ അടി കാണാൻ ഓടി വന്ന മെക്കാനിക്കായ സുഹൃത്തിന്റെ ചെരുപ്പ് പൊട്ടിപ്പോകുന്നുണ്ട്. അവൻ അത് ശരിയാക്കാൻ നോക്കുകയാണ്. ജമാൽ സ്വാതി ഉത്സവത്തിന് വന്നില്ലല്ലോ എന്നോർത്ത് ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാതിയുടെ കോൾ വരുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ ഓർത്തേ ഉള്ളൂ, ഉത്സവപ്പറമ്പിൽ കാണുന്നില്ലല്ലോ എന്ന് ജമാൽ ചോദിക്കുന്നു. സ്വാതി എന്തോ പറയുന്നുണ്ട്. ശരി, ഞാൻ വരാമെന്ന് പറഞ്ഞ് ജമാൽ അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി എല്ലാവരും വീട്ടിലേക്ക് പോവാണ്. അടുത്ത ദിവസം രാവിലെ ജമാലിന്റെ സുഹൃത്ത് വിജിത്തിന് ഒരു ഫോൺ കോൾ വരുന്നു.
കോൾ അറ്റൻഡ് ചെയ്ത ഉടൻ അവൻ ഞെട്ടലോടെ എഴുന്നേറ്റ് ഓടുന്നു. അപ്പോഴാണ് അറിയുന്നത് സ്വാതി എന്ന പെൺകുട്ടിയെ ആരോ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. ഉടൻ തന്നെ പോലീസ് ക്രൈം സീൻ മാർക്ക് ചെയ്ത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തുന്നു. സ്വാതിയുടെ വീട് പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് മയക്കുമരുന്നും ഇഞ്ചക്ഷനുകളും കണ്ടെത്തുന്നു. ആ പെൺകുട്ടിയുടെ മൃതദേഹം കാണാൻ തന്നെ ഭീകരമായിരുന്നു. അത്രയും മോശമായി കഴുത്തറുത്ത നിലയിലാണ് അവൾ മരിച്ചു കിടക്കുന്നത്. മൃതദേഹത്തിനടുത്ത് ഒരു സിറിഞ്ച് കിടപ്പുണ്ട്. അത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് തെളിവായി ശേഖരിക്കുന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു, വിരലടയാളം പരിശോധിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ മറ്റൊരു പെൺകുട്ടിയുടെ വിരലടയാളവും ഉണ്ട്. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതെന്താണെന്ന് തുടർ അന്വേഷണത്തിൽ പറയാമെന്നും അവർ പറയുന്നു. സാക്ഷികളെ വിസ്തരിക്കാമെന്ന് കരുതി ആദ്യം മൃതദേഹം കണ്ടത് ആരാണെന്ന് ചോദിക്കുന്നു. പാൽ വിതരണം ചെയ്യാൻ വന്നയാളാണ് ആദ്യം കണ്ടത്. അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. പാൽക്കാരൻ പറയുന്നു, 6-6:30 മണിയോടെ പാല് കൊടുക്കാൻ വന്നതാണ്. സാധാരണയായി പാൽക്കാർ വീടിനകത്തേക്ക് വരാറില്ല. പുറത്തു വെച്ച കുപ്പിയിൽ പാൽ നിറച്ചു വെച്ച് പോകും. കഴിഞ്ഞ മാസത്തെ ബില്ല് സ്വാതി കൊടുക്കാൻ ബാക്കി വെച്ചിരുന്നതുകൊണ്ട് അത് ചോദിക്കാനാണ് അയാൾ വീട്ടിലേക്ക് വന്നത്. കോളിംഗ് ബെല്ലടിച്ചു. പക്ഷേ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ബെല്ലടിച്ചില്ല. വാതിലിൽ മുട്ടി നോക്കി, ആരും പ്രതികരിച്ചില്ല. അതുകൊണ്ട് വീടിന് ചുറ്റും നടന്നു നോക്കി. അപ്പോഴാണ് ജനലിലൂടെ അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഉടനെ തന്നെ പോലീസിനെ അറിയിച്ചു. ആ സമയത്ത് വേറെ ആരെങ്കിലും അവിടെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വേലായുധൻ എന്നൊരാളെ കണ്ടതായി പാൽക്കാരൻ പറയുന്നു. ആരാണ് ആ വേലായുധൻ എന്ന് ചോദിച്ച് ആളെ വിളിപ്പിക്കുന്നു. അയാൾ ദിവസവും ആ വഴി നടക്കാൻ പോകാറുണ്ടായിരുന്നു. പാൽക്കാരൻ പാല് കൊടുക്കുന്നത് ദിവസവും കാണാറുണ്ടായിരുന്നു. അന്ന് പാൽക്കാരൻ വന്ന് മൃതദേഹം കിടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അയാൾ വിശ്വസിച്ചില്ല. ജനലിലൂടെ നോക്കിയപ്പോഴാണ് അയാൾ ഞെട്ടിയത്. പിന്നീട് പ്രസിഡന്റിനെ പോയി വിവരം അറിയിച്ചു. ഇനി ഗ്രാമത്തിലെ പ്രസിഡന്റിനെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇവരാണ് ആദ്യം എന്നോട് പറഞ്ഞത്, അതിനുശേഷമാണ് ഞാൻ പോലീസിനെ അറിയിച്ചത് എന്ന് പറയുന്നു. അസ്വാഭാവികമായി സംശയം തോന്നുന്ന രീതിയിൽ ഏതെങ്കിലും വാഹനങ്ങൾ ഗ്രാമത്തിലൂടെ പോകുന്നത് ശ്രദ്ധിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഉത്സവ സമയമായതുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ വന്നും പോയിരിക്കും സാർ, അതുകൊണ്ട് ഞാൻ വലുതായി ശ്രദ്ധിച്ചില്ല എന്ന് അയാൾ പറയുന്നു. ശരി, വിളിക്കുമ്പോൾ വരണം എന്ന് പറഞ്ഞ് പ്രസിഡന്റിനെ വിടുന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഈ കൊലപാതകം 2 കാര്യങ്ങൾക്ക് വേണ്ടി നടന്നിരിക്കാം. 1 മോഷണം, 2 ബലാത്സംഗം. പോസ്റ്റ്മോർട്ടം ചെയ്താലേ സ്ഥിരീകരണം ലഭിക്കൂ. ഈ വീട് വാടകയ്ക്ക് കൊടുത്തതാണെന്ന് അറിയുന്നു. വീട്ടുടമയെ വിളിച്ചു ചോദിക്കുമ്പോൾ അയാൾ വാടക വാങ്ങാൻ വേണ്ടി മാത്രമേ വരാറുള്ളൂ എന്നും അധികം സംസാരിക്കാറില്ലെന്നും പറയുന്നു. ഉന്നത ഉദ്യോഗസ്ഥരും ക്രൈം സീൻ സന്ദർശിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ക്രൈം സീൻ കണ്ടിട്ട് ഇത് മോഷണമോ ബലാത്സംഗമോ ആണെന്ന് തോന്നുന്നില്ല. അടുത്ത ഘട്ട അന്വേഷണത്തിലെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്ന് പറയുന്നു. അപ്പോഴേക്കും പെൺകുട്ടിയെ തിരിച്ചറിയാൻ വീട്ടുകാർ വരുന്നു. അവർ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നു. ശരീരം തങ്ങളുടെ മകളുടേതാണെന്ന് അവർ സ്ഥിരീകരിച്ചു. പക്ഷെ തല മറ്റേതോ പെൺകുട്ടിയുടേതാണെന്ന് പറയുന്നു. അതായത് ഈ പെൺകുട്ടിയുടെ തല വെട്ടിയെടുത്ത് വേറൊരു പെൺകുട്ടിയുടെ തല അവിടെ വെച്ചിരിക്കുന്നു. ഇത്രയും ക്രൂരമായി കൊലപാതകം ചെയ്തത് ആരാണെന്ന് ഓർത്ത് നാട്ടുകാരും പോലീസും ഞെട്ടിപ്പോവാണ്. ഇവർക്ക് സഹായിയായിരുന്ന തങ്കമണി എന്നൊരാളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. തങ്കമണിക്ക് കയ്യിൽ മുറിവുണ്ടായിരുന്നതുകൊണ്ട് ഇത്രയും കാലം ആശുപത്രിയിലായിരുന്നുവെന്ന് പറയുന്നു. മരിച്ചുപോയ സ്വാതിയെക്കുറിച്ച് തങ്കമണിക്ക് അധികം ഒന്നും അറിയില്ല. സ്വാതി ഒരു ഫാൻസി സ്റ്റോർ നടത്തിയിരുന്നു എന്ന് മാത്രമേ അറിയുള്ളൂ. എന്ത് ചോദിച്ചാലും അറിയില്ലെന്നാണ് പറയുന്നത്. ആ പെൺകുട്ടിയെ കാണാൻ ആരെങ്കിലും വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനുള്ളപ്പോൾ ആരും വന്നിട്ടില്ല സാർ എന്ന് പറയുന്നു. അവസാനമായ ഒരു ചോദ്യം, ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ വേറൊരു പെൺകുട്ടിയുടെ തലയാണല്ലോ, അത് ആരുടേതാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അതും അറിയില്ലെന്ന് പറയുന്നു. കൊലപാതകം ചെയ്തത് ആരാണെന്നോ ആ തല ആരുടേതാണെന്നോ പോലീസിനൊരു തുമ്പും കിട്ടുന്നില്ല. നാട്ടുകാർ സംസാരിക്കുന്നു. ഇങ്ങനൊരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കേരള പോലീസ് കഴിവുള്ളവരാണ്. ഇതിലും വലിയ കേസുകൾ അവർ തെളിയിച്ചിട്ടുണ്ട്. ഇതും വേഗം തെളിയിക്കും. ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ വേറൊരു പെൺകുട്ടിയുടെ തലയാണെങ്കിൽ കൊല്ലപ്പെട്ടത് ഒരു പെൺകുട്ടിയല്ല, മറ്റൊരാളെയും കൊന്നിട്ടുണ്ടാവില്ലേ? ആ തലയുടെ ഉടൽ എവിടെയായിരിക്കും എന്നൊക്കെ അവർ സംസാരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നുണ്ട്. ശരീരത്തിൽ കൂടിയ അളവിൽ മയക്കുമരുന്ന് കലർന്നിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നു. തലയിൽ ശക്തിയായി അടിച്ചതിന് ശേഷമാണ് കൊലപ്പെടുത്തിയതെന്നും വ്യക്തമാവുന്നു. മോഷണത്തിനോ ബലാത്സംഗത്തിനോ വേണ്ടിയല്ല ഈ കൊലപാതകം നടന്നത്. ഇത് നന്നായി ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ആ നാട്ടിലെ റൌഡിയായ ഷാജഹാൻ എന്നൊരാളെ പോലീസിന് സംശയം ഉണ്ടാവുന്നു. അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ സ്റ്റേഷനിൽ നേരത്തെ തന്നെ ജമാലിനെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ടായിരുന്നു. അവനെ എന്തിനാണ് പോലീസ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തതെന്ന് ഇപ്പോൾ വ്യക്തമല്ല. ജമാലിന്റെ അമ്മയും സഹോദരിയും ജമാലിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ വന്ന് സഹായം ചോദിക്കുന്നു. സ്റ്റേഷനിൽ വെച്ച് ജമാലിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഉത്സവം നടന്ന സമയത്ത് നീ അവിടെ ഇല്ലായിരുന്നു എന്ന് നിന്റെ കൂട്ടുകാർ പറഞ്ഞു. നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു എന്നവൻ പറയുന്നു. ഒരു പോലീസ് ഓഫീസർ ജമാലിനെ അടിക്കാൻ വരുന്നു. അയാൾക്ക് നേരത്തെ തന്നെ ജമാലിനോട് ദേഷ്യമുണ്ട്. മരിച്ചുപോയ സ്വാതിയെ കണ്ടിട്ടുണ്ടോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അവൾ മരിക്കുന്നതിന് മുമ്പ് രാത്രി അവളെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരു സാക്ഷിയെ കൊണ്ടുവരുന്നു. അയാൾ ജമാൽ സ്വാതിയെ കാണാൻ പോയത് കണ്ടിരുന്നു. അയാളെ കണ്ടയുടൻ ജമാൽ യാചിക്കുന്നു. ഞാൻ ആരെയും കൊന്നിട്ടില്ല സർ. ആ പെൺകുട്ടിയുടെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ അവസാനം വിളിച്ചത് നീയാണ്. എന്തിനാണ് സ്വാതിയുടെ വീട്ടിൽ പോയത് എന്ന് ചോദിക്കുമ്പോൾ ജമാൽ സത്യം പറയുന്നു. ഉത്സവപ്പറമ്പിൽ നിൽക്കുമ്പോൾ സ്വാതി ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ഭക്ഷണം വാങ്ങി സ്വാതിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. കുളിക്കുകയായിരുന്നതുകൊണ്ട് വാതിൽ തുറക്കാൻ വൈകിയെന്ന് സ്വാതി പറഞ്ഞു. ഭക്ഷണം വാങ്ങി അവൻ തിരിച്ചു പോന്നു. അവൻ ഓട്ടോയിൽ പോകുമ്പോൾ ആ സാക്ഷി കണ്ടിരുന്നു.
ജമാലിന്റെ സുഹൃത്തുക്കൾ വക്കീലന്മാരുമായി വന്ന് ഇൻസ്പെക്ടറോട് സംസാരിക്കുന്നു. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ജമാലിനെ കുറ്റവാളി എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ കിട്ടിയ തെളിവുകൾ വെച്ച് ഞങ്ങൾ അങ്ങനെയാണ് നിഗമനത്തിലെത്തിയത് എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ മാത്രം ക്രിമിനൽ പശ്ചാത്തലമൊന്നും ജമാലിനില്ല സർ. ആരോ നന്നായി ആസൂത്രണം ചെയ്തതാണ്. യഥാർത്ഥ കൊലയാളി പുറത്തുണ്ട്. അവനെ കണ്ടുപിടിക്കുന്നത് ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക എന്നവർ പറയുന്നു. അതൊന്നും എന്നോട് പറയണ്ട, കോടതിയിൽ നോക്കാമെന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ അവരെ പറഞ്ഞയക്കുന്നു. അടുത്തത് ഒരു സ്ത്രീ പുഴയിൽ തുണി അലക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ അവളുടെ കാലിൽ എന്തോ തടയുന്നു. നോക്കുമ്പോൾ തലയില്ലാത്തൊരു മൃതദേഹം. അത് കണ്ട് പേടിച്ച് അവൾ അലറിക്കൊണ്ട് ഓടുന്നു. വിജിത്തിന്റെ വീട്ടിൽ ജമാലും മെക്കാനിക്കായ സുഹൃത്തും വിജിത്തും ഇതെന്താണ് നടക്കുന്നതെന്ന് ആലോചിക്കുന്നു. അപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ് അമ്മ അവരെ അകത്തേക്ക് വിളിക്കുന്നു. തലയില്ലാത്ത മൃതദേഹം കിട്ടിയ വാർത്തയാണ് ടിവിയിൽ. പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിക്കുന്നില്ലെന്ന് പറഞ്ഞ് ജനങ്ങൾ പ്രതിഷേധിക്കാൻ പോവുകയാണെന്നും വാർത്തയിലുണ്ട്. നാട്ടുകാർ ഒറ്റയ്ക്ക് നടക്കാൻ പോലും ഭയപ്പെടുന്നു. പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു സംഘടന പ്രതിഷേധിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥൻ ഇൻസ്പെക്ടറെ വിളിച്ച് റിപ്പോർട്ട് ചോദിക്കുന്നു. അന്വേഷണത്തിൽ പുരോഗതി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ വഴക്ക് പറയുന്നു. 3 ദിവസത്തിനുള്ളിൽ ഈ കേസ് ക്രൈം ബ്രാഞ്ചിന് കൈമാറേണ്ടി വരും. നിങ്ങളുടെ ജോലി ശരിയായി ചെയ്യൂ എന്ന് പറഞ്ഞ് താക്കീത് നൽകുന്നു. പോലീസുകാർ ചായക്കടയുടെ അടുത്ത് നിൽക്കുമ്പോൾ മാനസികാസ്വാസ്ഥ്യമുള്ള ഭിക്ഷക്കാരൻ അതുവഴി പോകുന്നു. ഇൻസ്പെക്ടർ അവന്റെ കാൽപാദം ശ്രദ്ധിക്കുന്നുണ്ട്. അത് നേരെ ആയിരുന്നില്ല. ക്രൈം നടന്ന സ്ഥലത്ത് നിന്ന് ഇതേപോലൊരു കാൽപാദം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയിരുന്നു. അതുകൊണ്ട് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. നാട്ടുകാർ എതിർക്കുന്നുണ്ട്. കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനാണ്, ഞങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുവന്നാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് പോലീസ് അവനെ കൊണ്ടുപോകുന്നു. സ്റ്റേഷനിലിരുന്ന് അയാൾ ഒരാളുടെ ചിത്രം വരച്ചു കൊടുക്കുന്നു. ഇതാണ് കൊലയാളിയെന്ന് അയാൾ പറയുന്നുണ്ട്. ആ ചിത്രം വെച്ച് പോലീസ് അന്വേഷണം തുടങ്ങുന്നു. ആർക്കും അയാളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ വിദേശ വനിതയുടെ വ്ളോഗിൽ ആ വ്യക്തിയുടെ മുഖം വ്യക്തമായി പതിഞ്ഞിരുന്നു. ആ ഫോട്ടോ വെച്ച് അന്വേഷണം തുടരുന്നു. അപ്പോൾ വേറൊരു സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർ വന്ന് ആ ചിത്രത്തിലുള്ള ആളെ തനിക്കറിയാമെന്ന് പറയുന്നു. അയാളുടെ പേര് സാബു. സാബു ഒരിക്കൽ ഒരു പരാതി നൽകാൻ വന്നിരുന്നു. തന്റെ മകൻ ക്രിസ്റ്റി 2 പെൺകുട്ടികളുമായി സംസാരിക്കുന്നതും അവർ അവനെ എന്തോ കൊടുക്കുന്നതും കണ്ടതായി ഒരു കടക്കാരൻ സാബുവിനോട് പറഞ്ഞിരുന്നു. സാബു അത് കാര്യമാക്കിയില്ല. അന്ന് രാത്രി മകൻ മദ്യപിച്ച് വീട്ടിൽ വരുന്നു. പിറ്റേ ദിവസം മകന്റെ മുറി പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് മയക്കുമരുന്ന് പാക്കറ്റുകൾ കണ്ടെത്തുന്നു. അപ്പോൾ മകന്റെ ഫോണിലേക്ക് സ്വാതി എന്ന പെൺകുട്ടി വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. മകൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് മനസ്സിലാക്കിയ സാബു ആ പാക്കറ്റുകൾ നശിപ്പിക്കാൻ വേണ്ടി പുറത്തു പോകുന്നു. തിരിച്ചു വരുമ്പോൾ വീട്ടിൽ ആൾക്കൂട്ടം. അകത്ത് ചെന്ന് നോക്കുമ്പോൾ ഭാര്യയും മകനും മരിച്ചു കിടക്കുന്നു. മയക്കുമരുന്ന് കിട്ടാത്തതുകൊണ്ട് മകൻ അമ്മയെ കൊന്ന് ആത്മഹത്യ ചെയ്തതായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം സാബു ആ പെൺകുട്ടികളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്നു. ബസ് സ്റ്റോപ്പിൽ വെച്ച് 2 പെൺകുട്ടികൾക്ക് ഒരാൾ പണം കൊടുക്കുന്നത് കാണുന്നു. അവർ ബസ്സിൽ കയറുന്നു. പോലീസിന് വിവരം നൽകിയത് സാബു ആയിരുന്നു. പക്ഷേ പോലീസിന്റെ ഇൻഫോമർ ബസ്സിലുണ്ടെന്ന വിവരം കിട്ടി ആ പെൺകുട്ടികൾ പാതി വഴിയിൽ ഇറങ്ങി രക്ഷപ്പെടുന്നു. പിന്നീട് സാബു അവരെ പിന്തുടരുന്നു. അവസാനം സ്വാതി വീട്ടിൽ തനിച്ചായിരുന്നപ്പോൾ സാബു അകത്ത് കയറി അവളെ ക്രൂരമായി കൊലപ്പെടുത്തി തലയിറക്കുന്നു. എന്നിട്ട് സ്വാതിയുടെ തലയുമായി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നു. എന്റെ കുടുംബത്തെ നശിപ്പിച്ച സ്വാതിയെ ഞാൻ കൊന്നു എന്ന് അയാൾ പറയുന്നു. അടുത്തത് മറ്റൊരു കഥയാണ് കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഗ്രാമത്തിലേക്ക് വന്ന പോലീസ് ഓഫീസർക്ക് ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അവൾ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയായിരുന്നു. അവിടെ വെച്ച് സ്വാതിയുടെയും നാൻസിയുടെയും സൗഹൃദം അവൾക്ക് ലഭിക്കുന്നു. അവർ 3 പേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ സ്വാതിയും നാൻസിയും മയക്കുമരുന്ന് വിൽക്കുന്ന കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു. ഒരു ദിവസം ആ പോലീസ് ഓഫീസറുടെ അനിയത്തി ആത്മഹത്യ ചെയ്യുന്നു. എന്തിനാണെന്ന് ആർക്കും അറിയില്ല. അവളുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ സാബു അവിടേക്ക് വരുന്നു. അയാൾ പോലീസ് ഓഫീസറോട് പറയുന്നുണ്ട്, നിന്റെ അനിയത്തി ആത്മഹത്യ ചെയ്തതല്ല, അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. സ്വാതിയും നാൻസിയും മയക്കുമരുന്ന് വിൽക്കുന്ന വിവരം സാബു പോലീസിന് നൽകിയിരുന്നു. ബസ്സിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം വീട്ടിലെത്തിയ അവർ തങ്ങളുടെ ബാഗിൽ മയക്കുമരുന്ന് ഉണ്ടായിരുന്നെന്നും അത് പോലീസ് പിടിച്ചെടുത്തെന്നും വാർത്ത കാണുന്നു. ഇത് കണ്ട പോലീസ് ഓഫീസറുടെ അനിയത്തി ഞെട്ടിപ്പോവാണ്. നിങ്ങൾ മയക്കുമരുന്ന് വിൽക്കുകയാണോ? ഞാനിത് ഏട്ടനോട് പറയും എന്ന് അവൾ പറയുന്നു. അവൾ ഉടനെ ഏട്ടനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാതിയും നാൻസിയും ചേർന്ന് അവളെ ടെറസിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. അവൾ താഴെയുള്ള കമ്പിയിൽ വീണ് തലയേറ്റു മരിക്കുന്നു. പിന്നീട് അവരത് ആത്മഹത്യയാക്കി മാറ്റുന്നു. എന്റെ കുടുംബത്തെ അവർ നശിപ്പിച്ചതുപോലെ നിന്റെ കുടുംബത്തെയും അവർ നശിപ്പിച്ചു എന്ന് സാബു പറയുമ്പോൾ ആ പോലീസ് ഓഫീസർ സാബുവിനോടൊപ്പം പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഉത്സവ ദിവസം രാത്രി അവർ സ്വാതിയെയും നാൻസിയെയും ലക്ഷ്യം വെക്കുന്നു. സിനിമയുടെ തുടക്കത്തിൽ വാഴത്തോട്ടത്തിൽ വെച്ച് നടന്ന കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടത് നാൻസി ആയിരുന്നു. കൊന്നത് സാബു. നാൻസിയുടെ തലയറുത്ത് ഉടൽ പാലത്തിൽ നിന്ന് താഴേക്കെറിയുന്നു. അതേസമയം സ്വാതിയുടെ വീട്ടിൽ കയറി അവളെ കൊന്നത് ആ പോലീസ് ഓഫീസർ ആയിരുന്നു. തന്റെ അനിയത്തിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുകയായിരുന്നു അയാൾ. അതിനുശേഷം അയാൾ കീഴടങ്ങാൻ പോകുമ്പോൾ സാബു തടയുന്നു. നീ എന്തിനാ കീഴടങ്ങുന്നത്? നിനക്ക് പ്രായമുണ്ട്. ഞാൻ കീഴടങ്ങാം എന്ന് പറഞ്ഞ് സാബു സ്വാതിയുടെ തലയുമായി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നു. സിനിമയുടെ അവസാനം ആ പോലീസ് ഓഫീസർ തന്റെ കുടുംബത്തിന്റെ കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് കരയുന്നു. ഈ സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.